എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റായി ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഓൾറെഡി ഓപ്ഷൻസ് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും പുതിയ കോളേജുകൾ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജുകൾ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെ ആ ഒരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ സാധാരണയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ പോയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ആഡ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്ത ശേഷം സേവ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള എഡിറ്റിങ്ങുകളും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുതായിട്ട് കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻസ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കോളേജിൽ ഗവൺമെൻറ് കോളേജ് വഴിയുള്ള ഏതൊരു കോളേജിലും ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും NOC ആവശ്യമാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് NOCയുടെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിലും വിദ്യാർത്ഥികൾക്ക് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ ചില കോളേജുകൾ LBS വഴി തന്നെ ഈ ഒരു NOC ഇഷ്യൂ ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആ ഒരു കോളേജിൻ്റെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീണ്ടും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം അതൊന്നുമില്ല. NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അപ്ലോഡ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അപ്ലോഡ് എന്നുള്ള ബട്ടൺ അവിടെ തന്നെ കാണുന്നു എന്നുള്ളത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അപ്ലോഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഒരു NOC സർട്ടിഫിക്കറ്റിന് നിങ്ങൾ എന്താണ് ആ ഒരു PDF പേര് കൊടുത്തിട്ടുള്ളത് ആ ഒരു പേര് അവിടെ കാണുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ NOC.PDF എന്നുള്ള രീതിയിലാണ് സേവ് ചെയ്തതെങ്കിൽ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ NOC.PDF എന്നുള്ള ഫയൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ ആ ഒരു ഫയലിന് എന്താണ് പേര് കൊടുത്തത് അതായത് ആ ഒരു ഫയലിൻ്റെ പേര് എന്താണുള്ളത് അത് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ NOC LBS വഴി ഇഷ്യൂ ചെയ്തിട്ടുള്ള അതായത് NOC ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന കോളേജിൻ്റെ കോഡ് കാണും. അപ്പോൾ അങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. നിങ്ങൾ സാധാരണഗതിയിൽ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് നൽകിയാൽ മതിയാകും. അപ്പോൾ അതിനുശേഷം സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു അപേക്ഷ കോഴ്സ് അതുപോലെ തന്നെ കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. നിലവിൽ ഇവിടെ വേക്കൻസി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഓരോ കോളേജിലെയും ഒഴിവുകൾ അനുസരിച്ചിട്ടാണ്. എന്നാൽ ചില കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ മറ്റ് കോളേജിലേക്ക് മാറുകയാണെങ്കിൽ അങ്ങനെ വരുന്ന വേക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടാനായിട്ട് നിങ്ങൾക്ക് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നത് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് നൽകിയിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു സബ്മിറ്റ് ഓപ്ഷൻസ് ഫോർ ദ കോഴ്സ് ആൻഡ് കോളേജ് ഇൻ വിച്ച് ദേ വിഷ് ടു ജോയിൻ നോട്ട് ഓൺലി ദ വേക്കൻറ്റ് സീറ്റ്. അതായത് വേക്കൻസി ഉള്ള സീറ്റുകൾ കൂടാതെ വേക്കൻസി ഇല്ലാത്ത കോളേജുകളിലേക്ക് കൂടി വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. നിങ്ങളിപ്പോൾ നഴ്സിംഗ് ആണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നത് അതുപോലെ തന്നെ MLTയും പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രയോറിറ്റി നിങ്ങൾക്ക് നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവിധ കോളേജുകളിലേക്കും ഓപ്ഷൻ കൊടുത്ത ശേഷം മാത്രം MLT പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജുകളിലേക്ക് ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജിലുണ്ട് അതനുസരിച്ച് പ്രയോറിറ്റി ബേസിൽ ആ ഒരു കോളേജുകൾ ഓപ്ഷൻസ് കൊടുത്ത ശേഷം മാത്രം അടുത്ത കോഴ്സ് ഏതാണോ പ്രയോറിറ്റി ആ ഒരു കോഴ്സിലേക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 1 മുതൽ ആണ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ തരാൻ പറ്റുമോ അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഓപ്ഷൻസ് എത്തിയാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഓപ്ഷൻസ് ആയിട്ട് തരികയാണ് ചെയ്യുക. അതായത് അലോട്ട്മെൻ്റ് ആയിട്ട് തരികയാണ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓരോ കോളേജിലും ഓരോ കോഴ്സിലും എത്ര വീതം വേക്കൻസീസ് ആണുള്ളത് അതുപോലെ അത് സെൽഫ് ഫിനാൻസ് ആണോ ഗവൺമെൻറ് കോളേജാണോ എന്നിങ്ങനെ വിശദമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വേക്കൻസി പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ കോളേജിൻ്റെ കോഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അഥവാ അവിടെ വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ നിലവിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എന്നൊരു കോളേജിൽ BSc നഴ്സിംഗിനാണ് ചേർന്നത് എന്ന് കരുതുക. അതിനുശേഷം നിങ്ങളിപ്പോൾ ഈ ഒരു
എ എന്ന കോളേജിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ബി എന്ന ഒരു കോളേജിൽ നിങ്ങൾ മറ്റൊരു കോഴ്സിന്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ MLT കോഴ്സ് ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ ജസ്റ്റ് ഒരു താല്പര്യം തോന്നി. അപ്പോൾ അങ്ങനെ നിങ്ങൾ MLT കോഴ്സിന് ബി എന്നൊരു കോളേജിലേക്കാണ് ഓപ്ഷൻ വെച്ചത്. ഇവിടെ നഴ്സിംഗ് ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ NOC അപ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ NOC വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു NOC അപ്ലോഡ് ചെയ്തും അപ്ലോഡ് ചെയ്യാതൊക്കെ നിങ്ങൾ ഓപ്ഷൻസ് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മറ്റൊരു കോളേജിൽ, അതായത് ഈ ഒരു MLTക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് ഇവിടെ നഷ്ടപ്പെടും. പിന്നീട് ആ ഒരു പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ MLTക്ക് കിട്ടിയിട്ടില്ല, ഓപ്ഷൻസ് കൊടുത്തു, എന്നാൽ MLTക്ക് നിങ്ങൾക്ക് ബി എന്ന കോളേജിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെയുള്ള ആ ഒരു നഴ്സിംഗിന് തന്നെ നിങ്ങളെ അഡ്മിഷൻ, അതായത് അവിടെ തന്നെ തുടരുന്നതായിരിക്കും. അതായത് ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത സമയത്ത് ഇവിടുത്തെ ആ ഒരു സീറ്റ് അവിടെ സെക്യൂർ ആയിട്ടുണ്ടാവും. അതേസമയം ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ സീറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു പുതിയൊരു കോളേജിലേക്ക് മാറ്റം ലഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ MLTക്ക് നിങ്ങൾക്ക് ആദ്യം ഒരു നഴ്സിംഗ് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയത്, പിന്നീട് MLTക്ക് മറ്റൊരു സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് മാറ്റം കിട്ടിയെങ്കിൽ നിങ്ങൾ പിന്നീട് ആ ഒരു പുതുതായിട്ട് കിട്ടിയുള്ള കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യം കിട്ടിയ സീറ്റ് പോവുകയും ചെയ്യും. അതേസമയം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി മറ്റൊരു കോളേജ് മാറുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് MLTക്ക് ആ ഒരു കോഴ്സിലേക്ക് മാറുന്ന സമയത്ത് പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്ക് തോന്നും നഴ്സിംഗ് തന്നെ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണോ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ NRI കോട്ടയ്ക്ക് ആവശ്യമുള്ള രേഖകൾ ഇല്ലാത്തവർ ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ NRI കോട്ട കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് യാതൊരുവിധ ഇളവുകളും അനുവദിക്കുന്നതല്ല. അതുപോലെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക 7-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി NRI കോട്ടയിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് വിദ്യാർത്ഥികൾക്ക് ബന്ധുത്വ സർട്ടിഫിക്കറ്റ്, അതായത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങളും നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ആ ഒരു ആളും തമ്മിൽ എന്താണ് ബന്ധം, അതായത് നിങ്ങളുടെ കസിനാണോ, അല്ലെങ്കിൽ ഫാദറാണോ, മദറാണോ, അല്ലെങ്കിൽ ബ്രദറാണോ, അല്ലെങ്കിൽ സിസ്റ്ററാണോ, ആരാണ്, അതായത് അതുപോലെ തന്നെ മദറിലോ ആരാണ്, ഈ ഒരു രീതിയിൽ നിങ്ങളെ ആരാണ് ഈ ഒരു NRI സീറ്റിലേക്ക് സ്പോൺസർ ചെയ്യുന്നത്, അവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻ, അതായത് എന്താണ് ബന്ധുത്വം എന്നുള്ളത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അക്ഷയ വഴി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അത് ഫ്രണ്ട് പേജും ബാക്ക് പേജും പാസ്പോർട്ടിൻ്റേത് വേണം. അത് എംബസി അറ്റസ്റ്റ് ചെയ്ത കോപ്പി ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ വിസ, OCI ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതുപോലെ പൗരത്വ രേഖ, ഗ്രീൻ കാർഡ്, ഇതിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ കോപ്പി എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് അറ്റസ്റ്റ് ചെയ്തത് ഒറിജിനൽ ഹാജരാക്കണം. അഡ്മിഷൻ അവസാനിക്കുന്ന തീയതിക്ക് ശേഷം വിസയുടെ കാലാവധി ഉണ്ടായിരിക്കണം. അതുപോലെ വിസയിൽ സ്പോൺസറിൻ്റെ ജോലി പരാമർശിച്ചിട്ടില്ലെങ്കിൽ എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് എംബസി അറ്റസ്റ്റ് ചെയ്ത ഒറിജിനൽ സമർപ്പിക്കണം. അതുപോലെ തന്നെ NRI സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തത് ഹാജരാക്കണം. അതുപോലെ സ്പോൺസർ ചെയ്യുന്ന ബന്ധു വിദേശത്ത് ആണെങ്കിൽ കുട്ടിയെ സ്പോൺസർ ചെയ്യുന്ന ബന്ധുവിൻ്റെ സോൺ അഫിഡവിറ്റ് നിശ്ചിത മാതൃകയിൽ എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത് സമർപ്പിക്കണം. സ്പോൺസർ ചെയ്യുന്ന ബന്ധു നാട്ടിൽ അവധിയിൽ ആണെങ്കിൽ 200 രൂപ മുദ്രപത്രത്തിൽ നോട്ടറി അഫിഡവിറ്റ് സമർപ്പിക്കണം. മാതൃക LBSൻ്റെ അല്ലെങ്കിൽ സിമെറ്റിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ ഒരു അഫിഡവിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു 4 വർഷത്തെ കോഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ട എക്സാം ഫീസ്, അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, ഇതുപോലുള്ള ഫീസൊക്കെ ഈ ഒരു സ്പോൺസർ വഹിക്കുമെന്ന് സ്പോൺസർ നൽകുന്ന ഉറപ്പാണ് ഈ ഒരു അഫിഡവിറ്റ് അല്ലെങ്കിൽ ആ ഒരു നോട്ടറി അഫിഡവിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മുദ്രപത്രത്തിലാണ് തയ്യാറാക്കിയിട്ട് നൽകേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് വിസ ആണ്. അതുപോലെ നിങ്ങളുടെ ബന്ധു നാട്ടിലില്ലെങ്കിൽ ജസ്റ്റ് ഒരു A4 സൈസ് പേപ്പറിൽ ജസ്റ്റ് അത് തയ്യാറാക്കി നൽകിയാൽ മതി. നാട്ടിലുണ്ടെങ്കിലാണ് മുദ്രപത്രത്തിൽ ആ ഒരു അഫിഡവിറ്റ്, അത് നോട്ടറി അഫിഡവിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ വിസയുടെ കോപ്പി അറ്റസ്റ്റ് ചെയ്ത വിസയിൽ സ്പോൺസറിൻ്റെ ജോലി പരാമർശിച്ചിട്ടില്ല എങ്കിൽ എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് എംബസി അറ്റസ്റ്റ് ചെയ്ത് ഒറിജിനൽ സമർപ്പിക്കണം. എല്ലാ രേഖകളും എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്. എല്ലാ രേഖകളുടെയും ഒറിജിനൽ ഹാജരാക്കണം. അതായത് ഒറിജിനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കോപ്പിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ കൂടി അത് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് അറ്റസ്റ്റ് ചെയ്തത് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അറ്റസ്റ്റ് ചെയ്തതിനാണ് ഒറിജിനൽ എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒറിജിനൽ എന്നതുകൊണ്ട് അവരുടെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ എന്നുള്ളതല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു എംബസി അറ്റസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കോൺസുലേറ്റ് അറ്റസ്റ്റ് ചെയ്തത് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്.
ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക, അതിനുശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകും. നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജ് LBS വഴി NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ NOC ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞിട്ട് കോളേജിൻ്റെ കോഡ് കാണാൻ പറ്റും. അതേസമയം NOC അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ NOC അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് NOC അപ്ലോഡ് ചെയ്യാം. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് NOC അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾക്ക് സാധാരണത്തിൽ ഓപ്ഷൻ നൽകാനുള്ള ഓപ്ഷൻ ആ ഒരു മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ, അതായത് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകി സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് അവിടെ ലിസ്റ്റഡ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ പിന്നീട്, അതായത് ഇന്ന് വൈകുന്നേരം 5 മണിക്കുമായിട്ട് റിമൂവിൽ ക്ലിക്ക് ചെയ്ത് വേണ്ടാത്ത ഓപ്ഷൻസുകൾ റിമൂവ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷൻ നമ്പർ ക്രമീകരിക്കണമെങ്കിൽ അങ്ങനെ ക്രമീകരിച്ച് ചെയ്യാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് ഈ ഒരു ഇന്ന് വൈകുന്നേരം 5 മണി വരെ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്